സുഗമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ദേവികയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് SIയോട് പറയുന്നുണ്ട്, ഗിരീഷേട്ടനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കണം. ഒരു ന്യായമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് അറസ്റ്റ് ചെയ്തേക്കണേ, അതെനിക്കറിയാം. ആ സമയം SI പറയുന്നുണ്ട്, മേഡം ഇതിൽ ഇടപെടാതിരിക്കണേ നല്ലത്. ഇത് സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റാണ്, അതുകൊണ്ട് തന്നെ അത് പാർട്ടിക്കാർ നോക്കിക്കോളും. മേഡം ഇതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാവും കേട്ടോ. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, എൻ്റെ മണ്ഡലത്തിൽ നടന്ന ഒരു പ്രശ്നത്തിൽ ഞാൻ ഇടപെടാതെ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് സാറ് പറയണേ. എന്തായാലും എനിക്കിപ്പോൾ ഗിരീഷേട്ടനെ വിട്ട് കിട്ടിയേ പറ്റൂന്ന്. അങ്ങനെ ഈ ദേവികയുടെ നിർബന്ധത്തിന് SI ആണെങ്കിൽ ഗിരീഷിന് ജാമ്യം കൊടുത്ത് ദേവികയുടെ കൂടെ വിടുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി ചന്ദ്രമതിയോട് എല്ലാ വിവരങ്ങളും പറഞ്ഞതിന് ശേഷം ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും പ്രഭയുടെ തീരുമാനം തന്നെയാണ് നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും കുടുംബത്തിൻ്റെ സമാധാനം നമ്മൾ നോക്കിയാൽ മതി. മാക്സിമം അവരൊന്നുമായിട്ട് വഴക്കിനും പ്രശ്നത്തിനും പോവാതിരിക്കണേ നല്ലതെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ചന്ദ്രമതി ഞാൻ അവൻ അത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ തിരിച്ചൊന്നും പറയാതിരുന്നത്. എന്തായാലും അവൻ്റെ കൂടെ ഉള്ളവൻ വീഡിയോ പിടിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചന്ദ്രമതി തല്ലിയതൊക്കെ വീഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വേറൊരു പ്രശ്നത്തിന് ഇടവരുമെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, അത് ശരിയാലോ പ്രഭേ, ഞാനതൊന്നും ശ്രദ്ധിച്ചില്ല. അവൻ്റെ അന്നേരത്തെ സംസാരം കേട്ടപ്പം എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല, അതുകൊണ്ട് ഞാൻ അവൻ്റെ മുഖം അടച്ചൊന്ന് കൊടുത്തത്. അവൻ എത്ര മര്യാദ ഇല്ലാത്തവനാ, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള നമ്മളോട് അങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അവനെ ചന്ദ്രമതിക്ക് അറിയില്ലാത്തത് കൊണ്ടാണ്. അവൻ പണ്ട് മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടന്നവനാ. അങ്ങനെ അവൻ ലീനയെ സ്നേഹിച്ചപ്പം ഞാനത് അറിഞ്ഞിട്ട് ലീനയെ തടയുക ചെയ്ത്, അതിന് ലീന ആത്മഹത്യ ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. എന്നിട്ടിപ്പോൾ ഞാൻ ലീനയെ കൊന്നു പറഞ്ഞുകൊണ്ടാണ് അമ്മയും മോനും കൂടി എനിക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങിയേക്കണത്. എനിക്കെതിരെ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ എൻ്റെ കുടുംബത്തെയും കൂടി ഇതിലേക്ക് അവർ വലിച്ചിടുക. അതിന് ഞാൻ എന്ത് ചെയ്യാനാ ചന്ദ്രമതി? ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഒന്നും മിണ്ടാൻ പോകണ്ട, ഇതെവിടം വരെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാമെന്ന്. ഇതേ സമയം നമ്മളുടെ ത്യാഗരാജനാണ് ഋഷിയൊക്കെ പോയിട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ത്യാഗരാജൻ്റെ ഫോണിലേക്ക് ഋഷി വിളിക്കുന്നുണ്ട്. ഫോൺ എടുത്തതും ത്യാഗരാജൻ, എന്തായി ഋഷി, കാര്യങ്ങളൊക്കെ എവിടം വരെ ആയിരുന്നു ചോദിക്കുമ്പം ഋഷി പറയുന്നുണ്ട്, അതൊക്കെ ഞാനിപ്പോൾ വന്നിട്ട് അങ്കിളിനോട് നേരിട്ട് പറയാൻ മാത്രമല്ല കാണിച്ചു തരുകയും ചെയ്യാമെന്ന്. അങ്ങനെ ത്യാഗരാജൻ ഫോൺ കട്ട് ചെയ്തിട്ട് എന്തായാലും പ്രഭാവതിക്കുള്ള പണി തുടങ്ങിക്കഴിഞ്ഞു എന്ന് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ഋഷി അങ്ങോട്ട് വരുന്നുണ്ട്. ഋഷിനെ കണ്ടതും എന്താ ഈ ഋഷി കാര്യങ്ങളൊക്കെയെന്ന് ചോദിക്കുമ്പം, ഞാൻ പറഞ്ഞില്ലേ അങ്കിളെ, ഞാൻ വന്നിട്ടെല്ലാം കാണിച്ചു തരാമെന്ന്, ദേ അങ്കിള് കണ്ടേന്നും പറഞ്ഞുകൊണ്ട് അവൻ ആ ഫോൺ ഓൺ ചെയ്തിട്ട് അവൻ്റെ കൂട്ടുകാരൻ പിടിച്ച ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കണ്ട ത്യാഗരാജനാണ് ഈ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ഋഷിയെ തല്ലണത് ചന്ദ്രമതിയാണ്. പിന്നീട് ത്യാഗരാജൻ വിചാരിക്കുന്നുണ്ട്, എന്തായാലും പ്രഭാവതിക്കൊപ്പം ചേച്ചീനെയും ഈ ലോകത്തുനിന്ന് തുടച്ചു മാറ്റിയ അളിയൻ്റെ സ്വത്തുക്കളെല്ലാം എനിക്ക് കിട്ടും. എന്തായാലും തൽക്കാലം ഇതെൻ്റെ ചേച്ചിയാണെന്നുള്ള വിവരം ഇവരോട് പറയണ്ടാന്ന്. അങ്ങനെ ത്യാഗരാജൻ പറയുന്നുണ്ട്, നിങ്ങളുടെ കാരണത്തിനടിച്ചിട്ട് എന്താ നീ തിരിച്ചൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പം, ഞാൻ അപ്പോൾ ഒന്നും ചെയ്തില്ല എന്നേ ഉള്ളൂ, പക്ഷേ ഞാൻ അവരെ വെറുതെ വിടാനൊന്നും പോണില്ല, അവരെ എനിക്കറിയാം, അവർ ചന്ദ്രമതി അല്ലേ എന്ന് ചോദിക്കണം. ആ സമയത്ത് ത്യാഗരാജനാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പം, ഈ വീഡിയോ വെച്ച് ഞങ്ങൾ അവരെ നാണം കെടുത്തും, അതുമാത്രമല്ല ലീനയുടെ മരണം കൊലപാതകമാണെന്നും പറഞ്ഞ് അവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും. ഈ പ്രഭാവതി ഒരു കാരണവശാലും തല ഉയർത്തി നടക്കരുതെന്ന്. ഇതേസമയം നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ വീട്ടിലോട്ട് വരുന്നുണ്ട്. ഗിരീഷിനെ കണ്ടതും രജനി ഓടി വന്നിട്ട്, ഗിരിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒന്നുമില്ല രജനി, സംഘടനാ പ്രവർത്തനമൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും, അതിന് നീ ഇത്ര അധികം ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ആ സമയത്ത് ഗിരീഷിൻ്റെ അമ്മയും പറയുന്നുണ്ട്, ഞാനത് പറഞ്ഞതാ രജനിയോട്. എന്നിട്ട് രജനി ഒരു സമാധാനമില്ലാതെ ദേവികയെ വിളിച്ചു. ദേവിക ഫോൺ എടുത്തില്ല. ദേവിക എന്തോ മീറ്റിങ്ങിലായിരുന്നു തോന്നണമെന്ന് പറഞ്ഞപ്പം രജനി പറയുന്നുണ്ട്, ഇല്ല ദേവിക മനഃപൂർവ്വം തന്നെ എടുക്കാതിരുന്നതാ, എന്തായാലും ഞാൻ അവളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, അതിന് നീ ദേവികയെ എന്ത് ചെയ്യാനാ, ഇപ്പം എന്നെ ജാമ്യത്തിൽ ഇറക്കിയത് തന്നെ ദേവിക വന്നിട്ടാ, അല്ലാതെ വേറെ ആരും അല്ലാന്ന്. ആ സമയത്ത് രജനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ അച്ഛൻ സ്റ്റേഷനിലേക്കൊന്നും വന്നില്ലേ ഗിരി എന്ന് ചോദിക്കുമ്പം, അതെങ്ങനെയാണ് രജനി സിദ്ധാർത്ഥൻ സാറ് വന്നത്, സാറ് വേറെ പാർട്ടിക്കാരനല്ലേ, എതിർ പാർട്ടിയുടെ ആളെ ഇറക്കാനായിട്ട് സാറ് വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവൂലേ, ഞാൻ പറഞ്ഞില്ലേ ഇത് സംഘടനാ പ്രവർത്തനത്തിലുള്ളതാണ്, അതിനുവേണ്ടി നീ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ദേവികയെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ദേവിക എന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വന്നതുകൊണ്ട് ദേവികയ്ക്ക് പാർട്ടിയിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
ആ സമയത്ത് രജനി പറയുന്നുണ്ട്, എനിക്ക് അന്നേരം അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛനും എന്നോട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, ഇത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ അറസ്റ്റാണ്, അതുകൊണ്ട് അവരുടെ സംഘടനക്കാർ തന്നെ ഗിരിയെ ജാമ്യത്തിൽ ഇറക്കിക്കോളൂന്നാണ്. ഞാൻ വിചാരിച്ചത് അച്ഛൻ്റെ എതിർ പാർട്ടിക്കാരനായതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞേന്നാണ്, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, അറിയില്ലെങ്കിൽ നീ അറിവുള്ളവർ പറയുന്നത് കേൾക്കണം, നീ അങ്ങനെയൊന്നും അല്ലല്ലോ, ഇപ്പം കുറച്ച് നാളായിട്ട് നിൻ്റെ സ്വഭാവം ആകെ മാറിയേക്കുക. എന്തായാലും നിൻ്റെ അച്ഛൻ പറഞ്ഞത് തന്നെയാണ് സത്യം. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇടയ്ക്ക് അറസ്റ്റ് ഉണ്ടാവലൊക്കെ പതിവാണ്. അത് ജാമ്യത്തിലിറക്കുന്നതും അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നതും സംഘടനയിലെ തന്നെ നേതാക്കളാണ്, അല്ലാതെ MLA ഒന്നുമല്ല. എന്തായാലും ഇനിയിപ്പോൾ ദേവിക്ക് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ഇതേസമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ വീട്ടിലെത്തിയതും ആകെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പ്രഭയ്ക്ക് വല്ലാത്തൊരു ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ, അന്നദാനത്തിന് പോയിട്ട് എല്ലാം ഭംഗിയായിട്ട് നടന്നില്ലേ എന്ന് ചോദിക്കുമ്പം സിദ്ധു എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു, പക്ഷേ മീരമോളെക്കുറിച്ചും ബാലുവിനെക്കുറിച്ചും ഓർക്കുമ്പം എനിക്ക് എന്തോ ഭയങ്കര സങ്കടം വരുന്നു. മീരമോൾ എത്ര നല്ല കുട്ടിയായിരുന്നു, അവളുടെ മരണത്തിന് നമ്മളും കൂടി ചെറിയ രീതിയിൽ കാരണക്കാരായല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇന്ന് അമ്പലത്തിൽ പോയി നിന്ന് അവൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അതോടൊപ്പം അന്നദാനമൊക്കെ നടത്തി കഴിഞ്ഞപ്പം മനസ്സിനൊരാശ്വാസം കിട്ടി. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എന്താണെന്നറിയില്ല, മനസ്സാകെ അസ്വസ്ഥമാണ് സിദ്ധുന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട്, ഇനി എന്തിനാ മനസ്സ് അസ്വസ്ഥമാകുന്നത്, ഇപ്പം നമ്മളുടെ കുടുംബത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ, നന്ദന് ജോലിയായി, ദേവികയാണെങ്കിൽ ML ദേവികയുടെ ഡ്രൈവറായിട്ട് മുരളിയെ നിയമിച്ചതോടുകൂടി നമ്മളുടെ എല്ലാ ടെൻഷനും തീർന്നു, ഇനി എന്തിനാ പ്രഭയെ താൻ ടെൻഷൻ അടിക്കണേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതല്ല, നമ്മൾക്ക് ചുറ്റും ശത്രുക്കളുണ്ട്, അവരെങ്ങനെയൊക്കെയാണ് നമ്മളെ ആക്രമിക്കണമെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടുള്ളൊരു പേടിയാണ് എനിക്ക്. താൻ ഉദ്ദേശിക്കുന്നത് ആ അരുന്ധതിനെയും അരുന്ധതിയുടെ മോനെയല്ലേ, അവരെയും കൊണ്ട് ഇനി നമുക്ക് ശല്യമൊന്നും ഉണ്ടാവില്ല. അഥവാ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ അവർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കും. അതൊന്നും ഓർത്ത് താൻ ടെൻഷൻ ആവണ്ട, തനിക്ക് ബലമായിട്ട് എപ്പോഴും ഞാനും മക്കളും ഉണ്ടാവുമെന്ന്. ഇതേസമയം നമ്മളുടെ രജനിയാണെങ്കിൽ സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്. സിദ്ധാർത്ഥൻ ഫോൺ എടുത്ത് നോക്കിയിട്ട് രജനി അല്ല വിളിക്കണേന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ രജനി, നിൻ്റെ പ്രശ്നം ഇതുവരെ തീർന്നില്ലെന്ന് ചോദിക്കുമ്പം എൻ്റെ പ്രശ്നമൊക്കെ തീർന്നു, ഗിരി ഇപ്പോൾ ജാമ്യം കിട്ടി വീട്ടിൽ വന്നിട്ടുണ്ടെന്ന്. ആ സമയത്ത് ആരാ ഗിരിയെ ജാമ്യത്തിൽ ഇറക്കിയെന്ന് ചോദിക്കുമ്പം വേറെ ആരാ, ദേവിക തന്നെയെന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് നീ ഗിരിക്കൊന്ന് ഫോൺ കൊടുത്തേന്ന് പറയുന്നു. അങ്ങനെ രജനി ഗിരിക്ക് ഫോൺ കൊടുത്തതും ഗിരി ഫോൺ മേടിച്ചിട്ട് എന്താ സാറെന്ന് ചോദിക്കുമ്പം ഗിരിയെ ജാമ്യത്തിലിറക്കാൻ വന്നത് ആരാന്ന് ചോദിക്കുന്നു. ആ സമയത്ത് അതെന്താ സാർ അങ്ങനെ ചോദിക്കണേ, എന്നെ ജാമ്യത്തിലിറക്കാൻ സ്റ്റേഷനിൽ വന്നത് ദേവികയുടെ നിർബന്ധപ്രകാരമാണ് ആ SI എനിക്ക് ജാമ്യം തന്നു വിട്ടേന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ സംഘടനാ നേതാക്കളൊന്നും വന്നില്ലേ ജാമ്യത്തിലിറക്കാമെന്ന് ചോദിക്കുമ്പം അവർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ദേവിക വന്ന് എന്നെ ജാമ്യത്തിലിറക്കി, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ സാർ, എന്തായാലും ദേവിക വന്നത് അത്ര ശരിയായില്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആ സമയം സിദ്ധാർത്ഥം പറയുന്നുണ്ട്, പിന്നെ പ്രശ്നമല്ലേ, എന്തായാലും ദേവിമോൾ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, പാർട്ടിയുടെ ശത്രുപക്ഷത്തുള്ള ആളുകളെയല്ലേ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കിയത്, അതേതായാലും വലിയ തെറ്റ് തന്നെയായിപ്പോയി, അതിപ്പോൾ പാർട്ടി നോക്കിയിട്ടല്ലല്ലോ സാർ, നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബന്ധം വെച്ച് ശരിയായിരിക്കാം, പക്ഷേ ദേവിക ഒരു പാർട്ടിയുടെ MLA ആണ്, അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലായിരുന്നു, ഇനിയിപ്പോൾ അതിന് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയണം. ആ സമയത്ത് ഗിരി പറയുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല സാർ, വേറെ ആർക്കും കംപ്ലൈൻറ്റ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, സാറ് ടെൻഷൻ ആവാതിരിക്കുന്നു. ഇതേസമയം സിദ്ധാർത്ഥൻ ഫോൺ വെച്ചിട്ട് നന്ദനെ വിളിക്കുന്നുണ്ട്. നന്ദൻ നീ എവിടെയാണെന്ന് ചോദിച്ച് വിളിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ട് അച്ഛാന്നും പറഞ്ഞ് നന്ദൻ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. നന്ദൻ വന്നതും നീ അറിഞ്ഞില്ലേ ദേവിക ഗിരിയെ ജാമ്യത്തിലിറക്കാൻ പോയിരുന്നു? ഞാൻ അറിഞ്ഞു, എത്രയും പെട്ടെന്ന് ഗിരീഷേട്ടനെ ജാമ്യത്തിലിറക്കാൻ ദേവിയോട് പറഞ്ഞത് ഞാനാണ്. ആ സമയം സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നിനക്കും സുഖമില്ലാതായോ, നിനക്കും ബുദ്ധിയും ബോധമൊന്നുമില്ലേ, രജനിക്ക് പിന്നെ അഹങ്കാരവും മല്ലും കൊണ്ട് കാണിക്കണമെന്ന് വിചാരിക്കുക, സ്വന്തം പാർട്ടിയിലുള്ളവരുമായിട്ട് പ്രശ്നമുണ്ടായ എതിർ പാർട്ടിയുടെ പ്രവർത്തകരെ ജാമ്യത്തിലിറക്കാൻ ചെന്നാൽ പാർട്ടിക്കാർ സമ്മതിക്കുമോ നന്ദാന്ന്. ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട്, അല്ല ഗിരീഷേട്ടൻ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, അപ്പോൾ പിന്നെ ദേവി MLA ആകുമ്പം ജാമ്യത്തിലിറക്കാൻ പോകണ്ടേ, ഇല്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് ചോദിക്കും. അതിലൊന്നും ഒരു മോശമില്ല, എന്തായാലും ദേവി ചെയ്തത് വലിയ തെറ്റായിപ്പോയിന്ന്. ഈ സമയം പ്രഭാവതിയും പറയുന്നുണ്ട്, അല്ലെങ്കിലും മോൾ എന്തിനാ ഗിരീഷിനെ ജാമ്യത്തിലിറക്കാൻ പോയത്, അവരുടെ നേതാക്കൾ തന്നെയല്ലേ അവരെ ജാമ്യത്തിലിറക്കണ്ടേ, ഇതിപ്പോൾ VDFൻ്റെ MLA KDFൻ്റെ പ്രവർത്തകരെ ജാമ്യത്തിലിറക്കിയെന്നും പറഞ്ഞ് ഇനി VDFകാർ പ്രശ്നം ഉണ്ടാക്കൂലേന്ന്. ഇതേസമയം നമ്മളുടെ ദേവികയാണ് അങ്ങോട്ട് വരുന്നുണ്ട്. ദേവികയെ കണ്ടതും നന്ദൻ ചെന്നിട്ട്, ദേവി എന്തായി, ഗിരീഷേട്ടനെ ജാമ്യത്തിലിറക്കിയില്ലെന്ന് ചോദിക്കുമ്പോൾ നന്ദ ഇവിടെ അച്ഛനാകെ ദേഷ്യത്തിലാണ്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം
VDFൻ്റെ MLA KDFൻ്റെ പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കാൻ പോയത് വലിയ പ്രശ്നമായിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നറിയില്ല, എന്തായാലും ഞാൻ അച്ഛനെ ഒന്ന് കാണട്ടേന്ന്. അങ്ങനെ ദേവിക സിദ്ധാർത്ഥനെ ചെന്ന് കണ്ടിട്ട് അച്ഛ നന്ദു വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല, അങ്ങനെയാണ് ഞാൻ ഗിരീഷേട്ടനെ ജാമ്യത്തിൽ ഇറക്കാൻ പോയെന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, നീ പോണതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ഇവിടെ രജനി വന്ന് പറഞ്ഞതാ, എന്നിട്ട് ഞാൻ അതിൽ ഇടപെട്ടില്ലല്ലോ. അവരുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് അറസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ നേതാക്കളെ അവരെ ജാമ്യത്തിൽ ഇറക്കണേ, അല്ലാതെ VDFൻ്റെ MLA അല്ല KDFൻ്റെ പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കാൻ പോകണേ. ഇതെന്തായാലും വലിയൊരു തെറ്റായിപ്പോയി. നിന്നെ ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് MLA ആക്കിയത് KDFൻ്റെ പ്രവർത്തകരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇനി എന്തായാലും പാർട്ടിക്കാരുടെ വക അച്ചടക്ക നടപടി ഉണ്ടാവും, അത് നേരിടാൻ തയ്യാറായിരുന്നോളാൻ പറയുന്നു. ആ സമയത്ത് ദേവികയാണെങ്കിൽ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ആ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.